Hello students, welcome back to my YouTube channel Philomath for Easy Mathematics. So ഇന്ന് നമ്മൾ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ കുറച്ച് ബേസിക് കാര്യങ്ങളും റിലേഷൻ എന്താണ് എന്നുള്ളതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് trivial relation. Okay, first topic is trivial relation. Okay, so trivial relation എന്ന് പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് എ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിന് രണ്ട് റിലേഷൻസ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു റിലേഷൻ R1 എന്ന് പറഞ്ഞാല് ഫൈ നൾ റിലേഷൻ, എംപ്റ്റി റിലേഷൻ, വോയിഡ് റിലേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു റിലേഷൻ എന്തായാലും ഫൈ എന്ന് പറഞ്ഞിട്ട് റിലേഷൻ ഉണ്ടാവും. വോയിഡ് റിലേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു റിലേഷൻ ആണ് R2 യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ മീൻസ് എ ക്രോസ് എ. ഇതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ലെറ്റ് എ ബി നോൺ എംപ്റ്റി സെറ്റ്, non-empty, and R1 is an empty relation or void relation, and R2 is a universal relation. Then these both are called trivial relation. ഇവയെ പറയുന്ന പേരാണ്, ഈ രണ്ടിനെയും പറയുന്ന പേരാണ് ട്രിവിയൽ റിലേഷൻ എന്നുള്ളത്. ഓക്കെ, ആ വേർഡ് ഓർത്തിരിക്കുക, എന്താണ് ട്രിവിയൽ റിലേഷൻ എന്നുള്ളത്. അതായത് ഒരു ഏതെങ്കിലും ഒരു സെറ്റ് പറയാണ്, ഒരു നോൺ എംപ്റ്റി സെറ്റ് പറയാണ്. എ എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ്, എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറയാ. അങ്ങനെ എലമെന്റ്സ് ഉള്ള സെറ്റിനെ, എംപ്റ്റി അല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അങ്ങനെ സെറ്റിലുള്ള രണ്ട് റിലേഷൻസ് ആണ് പറഞ്ഞത്, ഫൈയും എ ക്രോസ് എയും. അതായത് വോയിഡ് റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും രണ്ട് റിലേഷൻസ്. ഒന്നുമില്ലാത്ത റിലേഷൻ, അതായത് വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ R2 യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഉള്ള റിലേഷൻ. ഓക്കെ, അതായത് എ ക്രോസ് എയിലുള്ള എല്ലാ എലമെന്റ്സും ഉള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാം. ഇതിന്റെയൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള റിലേഷൻസിനെ നമ്മൾ ട്രിവിയൽ റിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ട്രിവിയൽ റിലേഷൻ. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഒരു റിലേഷൻ എപ്പോഴാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്, എപ്പോഴാണ് സിമെട്രിക് എന്ന് പറയുന്നത്, എപ്പോഴാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഉള്ളത്. സോ റിഫ്ലക്സീവ്, സിമെട്രിക്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, ഈ മൂന്നെണ്ണാണ് ഉള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ തുടക്ക ഭാഗത്ത്, ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ഒരു റിലേഷനെ റിഫ്ലക്സീവ് ആണെന്ന് പറയാം, എപ്പോഴാണ് അതിന് സിമെട്രി ആണെന്ന് പറയാം, എപ്പോഴാണ് അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അങ്ങനെ അതുപോലെ തന്നെ ഇത് മൂന്നും ആണെങ്കിൽ എന്താണ് അതിന് പറയുന്ന പേര്. ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. ലെറ്റ് A be non-empty set, non-empty, and R be first one. R means a relation. R be a relation that is reflexive if, okay, റിഫ്ലക്സീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ആണ് പറയുന്നത് എ ബിലോങ്സ് ടു എ. ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഓക്കെ, അതായത് ഒരു എ എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ R എന്ന് പറയുന്നതിനെ റിഫ്ലക്സീവ് എന്ന് പറയണമെങ്കിൽ ഇഫ് എ ബിലോങ്സ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു എ. അതായത് എ എന്ന് പറയുന്ന സെറ്റില് ഒരു സ്മോൾ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ
ഓക്കെ, ആ റിലേഷൻ എപ്പോഴും എന്തായിരിക്കും? ഓർഡർഡ് പെയറിലായിരിക്കും ഉണ്ടാവുക അല്ലെ? ആ ഓർഡർഡ് പെയറിലെ റിലേഷനിൽ എന്തായിരിക്കണം? ആ ഓർഡർഡ് പെയർ ആയിട്ടുള്ള റിലേഷനില് എയും എയും ഉണ്ടായിരിക്കണം. അതായത് ഓർഡർഡ് പെയർ എ ഉണ്ടായിരിക്കണം. ഇത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, കാണാതെ പഠിക്കാനൊന്നും ഇല്ല. സോ ഇതിന്റെ എക്സാമ്പിൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സോൾവ്ഡ് എക്സാമ്പിൾസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ദിസ് ഈസ് റിഫ്ലെക്സീവ്. ഇനി അതേപോലെ പറയുന്നതാണ് സെക്കൻഡ് വൺ, സിമെട്രിക്. Symmetric. Let A be a non-empty set and R be symmetric relation if എപ്പോഴാണ് ഒരു റിലേഷൻ സിമെട്രി ആവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. If A, B belongs to R implies B, A belongs to R for every A, B belongs to A. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന സെറ്റ്, നോൺ എംപ്റ്റി സെറ്റില് എ ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് നമ്മൾ എയും ബിയും എടുത്തു. ആൻഡ് ആ റിലേഷനില് ആ എലമെന്റ് ഉണ്ടെങ്കിൽ, റിലേഷനിൽ ആ ഓർഡർഡ് പെയർ ആയിട്ട് എയും ബിയും ഉണ്ടെങ്കിൽ, അത് നേരെ ഉൾട്ടയാക്കിയതും ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട, ഇതിന്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു സെറ്റ് ഉണ്ട്, സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോ ഒരു റിലേഷൻ എഴുതി 1 1 1 2 2 1. ഓക്കെ, ഇങ്ങനെ റിലേഷൻ എഴുതി കഴിഞ്ഞാല് ഇത് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് നമ്മൾ എ ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1 1 എ ഇത് ബി ഇത്. ഓക്കെ, ഇത് എ ആണ്, ഇത് ബി ആണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ബി എയും ഇതിലുണ്ടോ നോക്കുക. ഇത് എ ബി ആണ് 1 1. സോ ബി എ എന്താ? ഇത് എ, ഇത് ബി. ഓക്കെ, അപ്പൊ ബി എ എന്താ? ബിയും എയും 1 ആണ്, ബിയും 1 ആണ്. ഓക്കെ, ഇത് എ ബി എന്ന് പറഞ്ഞ 1 1 ആണ്. സോ ബി എ എന്താ? 1 1 തന്നെയല്ലേ? കാരണം എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. സോ ബിയുടെ സ്ഥാനത്ത് 1, എയുടെ സ്ഥാനത്ത് 1. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ആ എലമെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ 1 2 എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട് അല്ലെ? 1 2 എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്. അത് എ ബി എന്നാണ്. ഓക്കെ, ഈ 1 2 നമ്മൾ എ ബി എന്നാണ് എടുക്കുന്നത്. ആൻഡ് അപ്പൊ 1 2 ഉണ്ടെങ്കിൽ 2 1 ഇതിലുണ്ട്. ഓക്കെ, അതായത് എ ബി ഉണ്ട്, അപ്പൊ ബി എ ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. അതാണ് ഇതിന്റെ ഡെഫിനേഷൻ പറയുന്നത്. അപ്പോഴാണ് അതിന് എന്ത് പറയാ? സിമെട്രിക് എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് സിമെട്രിക്. സിമെട്രിക് ആവണമെങ്കിൽ അപ്പൊ ഈ ആർ എന്താണ്? സിമെട്രിക് ആണ്. കാരണം എന്താ? ഇതിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ട്. ഓക്കെ, അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് ചെയ്യാം. തേർഡ് വൺ ഈസ് ട്രാൻസിറ്റീവ്. If A, B belongs to R and B, C belongs to R implies A, C belongs to R for every A, B, C belongs to A. ഇതാണ് ട്രാൻസിറ്റീവിന്റെ ഡെഫിനേഷൻ. അതായത് എ ബി ബിലോങ്സ് ടു ആർ ആണ്, അതുപോലെ ബി എയും ബിലോങ്സ് ടു ആർ ആണ്, ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, അതായത് ഇപ്പോ 1 2 ഉണ്ട്. ഓക്കെ, 1 2 ഉണ്ട്, അതേപോലെ 2 3 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഉണ്ടാവണം. 1 2 ഉണ്ട്, അതായത് എ എന്താ? ഇപ്പോ 1, ബി എന്താ? 2, ബി 2 തന്നെ, സി 3 അല്ലെ? അതായത് എ 1, ഓക്കെ, എ 1 രണ്ട് കൈ എന്റെ രണ്ട് പേരിലും നോക്കുക. എ 1, ബി 2, ബി 2 തന്നെ, സി 3 അല്ലെ? സോ അങ്ങനെ ഉണ്ടെങ്കിൽ എ സിയും അതിലുണ്ടായിരിക്കണം എന്നാ പറയേണ്ടത്. അപ്പോഴേ അത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പൊ എ സി എന്താ? എ സി എന്ന് പറഞ്ഞാൽ എ 1 ആണ്, സി 3 ആണ്. സോ 1 3 അതിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ട്രാൻസിറ്റീവ്. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. ആൻഡ് ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു
relation, if a relation is if a relation is reflexive, symmetric and transitive, then that relation is called equivalence relation. ഓക്കെ, അതായത് ഒരു റിലേഷന് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ റിലേഷൻ ഈസ് സെഡ് ടു ബി ഇക്വാലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു റിലേഷൻ തരും, അത് റിഫ്ലെക്സീവും അത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റിഫ്ലെക്സീവ് ആണോ നോക്കുക, സിമെട്രിക് ആണോ നോക്കുക, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണോ നോക്കുക, മൂന്നും ചെയ്യണം. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 3 എക്സാമ്പിൾസ് നോക്കാം. സോ ലെറ്റ് A equal to set 1, 2, 3, 4 and R1. Let R1 is equal to set 1, 1, 1, 2, 1, 3. Sorry, R1 equal to 1, 1, 2, 1, 1, 1, 2, 1, 3, 2, 1. Okay. Is this a reflexive relation, symmetric relation or transitive relation? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആണെങ്കിൽ A belongs to R ആയിരിക്കണം ഫോർ എവരി A belongs to A. എയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും റിഫ്ലെക്സീവ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് എയില് 1 ഉണ്ട്, അപ്പോ 1, 1 ഉണ്ടായിരിക്കണം. ഓക്കെ, എയില് 1 ഉണ്ട്, 1, 1 ഉണ്ടായിരിക്കണം. 1, 1 ഉണ്ട് അല്ലെ? ആൻഡ് ഫോർ എവരി എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റിനും വേണമെന്നാണ് പറഞ്ഞത്. അതിപ്പോ 2 ഉണ്ടോ നോക്കി. എയില് 2 ഉണ്ട്, പക്ഷെ ഇതിൽ 2, 2 ഉണ്ടോ? ഇല്ല. ഓക്കെ, എയില് 2 ഉണ്ട്, പക്ഷെ ഇവിടെ 2, 2 ഇല്ല. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, വൈ? എന്തുകൊണ്ടത് റിഫ്ലെക്സീവ് അല്ലാത്ത? കാരണം എഴുതണം. ജസ്റ്റ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ പോരാ, കാരണം എഴുതണം. സിൻസ് 2 belongs to A but 2, 2 does not belongs to ഇട്ടിട്ട് കട്ട് ചെയ്താല് does not belongs to R1. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് റിഫ്ലെക്സീവ് അല്ലാത്തത്? 2 എയിലുണ്ട്, എയിലത്തെ എല്ലാ എലമെന്റ്സിനും റിഫ്ലെക്സീവ് ആയിട്ട് 2, ഇപ്പൊ 1 ഉണ്ടെങ്കിൽ 1, 1 ഉണ്ടാവണം, 2 ഉണ്ടെങ്കിൽ 2, 2 ഉണ്ടാവണം, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ എലമെന്റ് ഉണ്ട്, പക്ഷെ അതിനെന്തില്ല? റിഫ്ലെക്സീവ് എലമെന്റ് ഇല്ല. ഐ മീൻ ഇങ്ങനെ എഴുതാൻ പറ്റിയ ഇതൊന്നും ഇല്ല. സോ ദിസ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്റെ മെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കോ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് വെച്ചാല് സിമ്മട്രിക് ആണോ നോക്കാം. എന്തായാലും സിമ്മട്രിക് എന്ന് പറയണമെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എയും ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലെ? എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടായിരിക്കണം. സിമ്മട്രി എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പൊ ഇതില് 1, 1 ഉണ്ട്. ഓക്കെ, 1, 1 ഉണ്ട്. അതിന്റെ സിമ്മട്രി എന്താ? 1, 1 എ ബി. അത് നേരെ തിരിച്ചിട്ടാല് 1, 1 തന്നെ. സോ അതും ഇതിലുണ്ട് അല്ലെ? 1, 1 ഉണ്ട്. 1, 2 ഉണ്ട്. അത് തിരിച്ചിട്ടതുണ്ടോ നോക്കുക. 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്. അപ്പൊ അതും ഉണ്ട്. ഇനി അടുത്ത എലമെന്റ് 1, 3 നോക്കുക. 1, 3 ഉണ്ട്, പക്ഷെ 3, 1 ഉണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് നോട്ട് സിമെട്രിക് അല്ലെ? ഇറ്റ് ഈസ് ഓൾസോ നോട്ട് സിമെട്രിക്. എന്തുകൊണ്ടാ? സിൻസ് 1, 3 belongs to
1 3 belongs to R, but 3 1 not belongs to R1. Okay, 1 3 R1 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ എല്ലാ എലമെന്റിനും അങ്ങനെ ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ എന്ത് പറയുള്ളൂ, സിമെട്രിക് ആണെന്ന് പറയുള്ളൂ. സോ ഇനി അടുത്ത് ട്രാൻസിറ്റീവ്. Is it a transitive relation or not? ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താണ്, എ ബി ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ആണ്, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലെ. സോ ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇവിടെ 1 2 ഉണ്ട് അല്ലെ, അതായത് എ ബി ഉണ്ട്, പിന്നെ ഇത് ബി അല്ലേ, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണല്ലേ നോക്കുക. ഓക്കെ, 1 1 ഉണ്ട് ആൻഡ് ഈ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 ഉണ്ട്. അപ്പോ 1 2 ഉണ്ട്. സോ 1 2 ഉണ്ടോ നോക്കാം. 1 2 ഉണ്ടല്ലോ. ഓക്കെ, ഉണ്ട്. ഇനി 1 2 ഉണ്ട്. ഓക്കെ, 1 2 ഉണ്ട്. അത് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതാണല്ലേ, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുണ്ട് അല്ലെ. സോ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. സോ അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ നോക്കുക. ഓക്കെ, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എങ്കിൽ എ സി ഉണ്ടാവണം എന്നാ പറഞ്ഞത്. അതായത് എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എന്നാൽ എ സി ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, സോ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 1 ഉണ്ട്. സോ ദിസ് ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. It is transitive relation. സോ ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആയിട്ട് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്താ? കാരണം ഇത് റിഫ്ലെക്സീവ് ആണ്, റിഫ്ലെക്സീവും അല്ല സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് മാത്രമാണ്. ട്രാൻസിറ്റീവ് മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ റിഫ്ലെക്സീവ് എന്ന് പറയാൻ, സോറി, ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെറ്റ് ഇത് തന്നെയാണ്, റിലേഷൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1 1 2 2 3 3 and 4 4 ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ. ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കുമോ? റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? എല്ലാ എലമെന്റ്സിനും അതിന്റെ ഇതുപോലെ, അതായത് ഓർഡർഡ് പെയർ ആയിട്ട് അതേ എലമെന്റിന് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോ ഇവിടെ 1 ഉണ്ട്, സോ 1 1 ഉണ്ടായിരിക്കണം. 1 1 ഉണ്ടോ? ഉണ്ട്. 2 ഉണ്ട്, 2 2 ഉണ്ടോ? ഉണ്ട്. 3 ഉണ്ട്, 3 3 ഉണ്ടോ? ഉണ്ട്. 4 ഉണ്ട്, 4 4 ഉണ്ടോ? ഉണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. അപ്പൊ നമ്മള് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ഡെഫിനേഷൻ എഴുതി വെച്ചാൽ മതി. ഇനി ഇത് റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആവാത്തത്? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ എഴുതി, എന്ത് 1 3 ഉണ്ട് പക്ഷെ 3 1 ഇല്ല, അല്ലെങ്കിൽ ഇവിടെ 2 ഉണ്ട് പക്ഷെ 2 2 ഇല്ല എന്ന് നമ്മൾ എഴുതിയിരുന്നു. പക്ഷെ ഇവിടെ ഇത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ ഡെഫിനേഷൻ ആണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതായത് ഹിയർ ഫോർ എവരി A belongs to A, A belongs to R. ഓക്കെ, ഡെഫിനേഷൻ എഴുതി വെക്കുക. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായേ? എയില് 1 ഉണ്ട്, ഇവിടെ 1 1 ഉണ്ട്. എയില് 2 ഉണ്ട്, ഇവിടെ 2 2 ഉണ്ട്. എയില് 3 ഉണ്ട്, ഇവിടെ 3 3 ഉണ്ട്. എയില് 4 ഉണ്ട്, ഇവിടെ 4 4 ഉണ്ട്. സോ ദിസ് ഈസ് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? സോ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ എഴുതി വെക്കുക. ഹിയർ ഫോർ എവരി A belongs to A belongs to R, hence റിഫ്ലെക്സീവ്. ഓക്കെ, ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആവണമെങ്കിൽ എന്തായിരിക്കണം? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. ഇവിടെ 1 1 ഉണ്ട്, 1 1 ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഉൾട്ട ഉണ്ടായിരിക്കണം. ഓക്കെ, 1 1 ന്റെ ഉൾട്ട എന്താ? 1 1 തന്നെയല്ലേ. 1 1 അതിന്റെ ഉൾട്ട എന്ന് പറഞ്ഞാൽ തല തിരിച്ചെഴുതുക, 1 1 തന്നെ അല്ലെ. 2 2 ന്റെ ഉൾട്ട എന്താ? 2 2 തന്നെ. 3 3 ന്റെ ഉൾട്ട 3 3 തന്നെ. ഓക്കെ, അതായത് ഏത് എ ബി എടുത്താലും ബി എയും അതിൽ തന്നെ ഉണ്ട്. സോ ദിസ് ഈസ് R2 R1. ഓക്കെ, സോ നമുക്ക് പറയാം, then ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, ഹിയർ എ ബി ബിലോങ്സ് ടു R2 implies BA belongs to R2 for every A comma B belongs to R2, hence symmetric.
സിമെട്രിക്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ എഴുതേണ്ടത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, 1 1 ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ഇതിന്റെ ഈ ലാസ്റ്റ്, അതായത് എ ബി ഉണ്ട്, ബിയിൽ തുടങ്ങുന്ന ഒരു എലമെന്റ് ഉണ്ടോ നോക്കുക. ബിയിൽ തുടങ്ങുന്ന, അതായത് 1 1 ഉണ്ട്, ഈ 1 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ ഇതില്? ഇല്ല. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. 2 2 ഉണ്ട്, 2ൽ തുടങ്ങുന്ന വേറെ ഒന്നുമില്ല. 3 3 ഉണ്ട്, 3 തുടങ്ങുന്ന വേറെ ഒന്നുമില്ല. 4 4 ഉണ്ട്, 4ൽ തുടങ്ങുന്ന വേറെ ഒന്നുമില്ല. സോ എന്താണ്, എ ബി ഉണ്ട്, ബി സി ഉണ്ടോ? ഓക്കെ, 1 1 ഉണ്ട്, 1ൽ തുടങ്ങുന്ന വേറെ 1 1 തന്നെയല്ലേ. ഓക്കെ, 1 1 ഉണ്ട്, 1 1 നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എങ്ങനെ പറയുന്നേ, 1 1 ഉണ്ട്, അതിൽ തന്നെ തുടങ്ങുന്ന വേറെ ഒന്നുകൂടി ഉണ്ട്, 1 1 തന്നെ. 1ൽ തുടങ്ങുന്ന വേറെ ഏതല്ലേ, 1 1 എ ബി, പിന്നെ ബിയിൽ തുടങ്ങുന്ന ഒന്നാ നോക്കട്ടെ. അതായത് എ ബി ഉണ്ട്, പിന്നെ ബിയിൽ തുടങ്ങുന്ന ഒന്നുകൂടി ഉണ്ടോ നോക്കുക. ബി തുടങ്ങുന്ന, അതായത് 1ൽ തുടങ്ങുന്ന വേറെ ഏതല്ലേ, 1 1 തന്നെ. അപ്പോ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കൂടി ഒരു എലമെന്റ് ഉണ്ടാവും എന്നാ പറയുന്നത്. സോ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കൂടി എലമെന്റ് എന്താ, 1 1 തന്നെയല്ലേ. 1 1 ബിലോങ്സ് ടു ആർ ആണോ നോക്കുക. 1 1 അവിടെ തന്നെ ഉണ്ട് അല്ലെ. ഇതൊരു കറക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 1 ഉണ്ട്, ഇവിടെ 1 1 ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോ എന്താ എഴുതണ്ടേ, ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതണ്ടേ, ഇത് എഴുതി വെക്കുക. അതായത് ഹിയർ എ കോമ ബി ബിലോങ്സ് ടു R2 and B comma C belongs to R2 implies A comma C belongs to R2. Hence transitive. Hence ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയുള്ള ഒരു റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനില്. അപ്പൊ ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചത് ട്രിവിയൽ റിലേഷൻ എന്താണെന്ന് ആദ്യം പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് പഠിച്ചത്. ആൻഡ് അതിൽ ഞാൻ 1-2 റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ആൻഡ് ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് സോൾവ്ഡും അൺസോൾവ്ഡും ആണ് നമ്മൾ അടുത്ത വീഡിയോ മുതൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.